Good morning. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെ എടുത്തു നിർത്തിയത്? സ്റ്റാൻഡേർഡ്സ് വരെയല്ലേ എടുത്തത്? ആണോ? 4th പോയിന്റ് വരെ എടുത്തു. ഓക്കെ, 4th പോയിന്റ് വരെ അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ വരെയാണ് എടുത്തു നിർത്തിയത്. 3rd വരെ. 3rd മുതൽ എടുക്കണം എന്നാണോ പറയുന്നത്? ഓക്കെ ഓക്കെ, 3rd വരെ. 3rd ഫിനിഷ്. ഓക്കെ, അത്രയും വരെയും ക്ലിയർ ആണോ? 3rd പോയിന്റ് വരെയും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അടുത്തത് നോക്കാം കേട്ടോ. അപ്പൊ കെയർ ഓഫ് പേഷ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? കെയർ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ COP ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് അല്ലെ? ഏതൊക്കെ ക്ലിനിക്കൽ ഏരിയ, ഓൾമോസ്റ്റ് എല്ലാ ക്ലിനിക്കൽ ഏരിയാസും അതുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അവർക്ക് എങ്ങനെയാണ് പരിചരണം കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് വന്നാല് അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശരിക്കും കെയർ ഓഫ് പേഷ്യൻസിൽ വരുന്നത്. അടുത്തതാണ് നെക്സ്റ്റ് 4th വൺ ആയിട്ട് നിങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഇതില് കുറച്ചൊരു അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 4th വൺ ആയിട്ട് കിടക്കുന്നത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അല്ലെ? MOM അല്ലെ കിടക്കുന്നത്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അല്ലെ? ഓക്കെ, MOM അത് നമ്മൾ പഠിച്ചതാണ്. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്ന പേരിൽ നിന്ന് നോക്കിയിട്ടാലോ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുന്നത്? ആ സ്റ്റാൻഡേർഡില് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്നൊരു വേർഡ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ എന്താ അതിൽ പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചായിരിക്കും ഡീൽ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചായിരിക്കും? മെഡിസിൻസിനെ കുറിച്ചായിരിക്കും. വെരി ഗുഡ്, മെഡിസിൻസിനെ കുറിച്ചായിരിക്കും അല്ലെ? അത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നീഡ് അസിസ്റ്റൻസ് വൈൽ ചൂസിംഗ് a medication from a large list of medications available with respect to drug interaction and individual sensitivity. എന്താണ്? അപ്പോ ഒരു ഒത്തിരി, അതായത് ലഭ്യമായ മരുന്നുകളുടെ ഒരു ലിസ്റ്റിൽ നിന്ന് ആവശ്യമായ മരുന്നുകൾ മാത്രം തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്തിനോടൊക്കെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്? അതായത് ഡ്രഗ് ഇന്ററാക്ഷൻസ്, അതുപോലെ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി. ഇപ്പൊ ചില വ്യക്തികൾക്ക് മെഡിസിൻസുമായി ബന്ധപ്പെട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? അലർജി മുതലായ കാര്യങ്ങൾ വരുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സെൻസിറ്റീവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ടോ ലഭ്യമായിട്ടുള്ള ഒത്തിരി മെഡിസിൻസിന്റെ ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമായ മരുന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് ഒരു സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? ആ ഒരു മെഡിസിൻസ് കൃത്യമായ ഓരോ പേഷ്യൻസിനും അവരുടെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റിൽ നിന്നും അങ്ങനെയുള്ള മരുന്നുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് കൃത്യമായ സഹായം ആവശ്യമായി വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഡെവലപ്പ് ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കൺസിലേഷൻ മൊഡ്യൂള്. ഇനി എന്താ? ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രോണിക് ഒരു സഹായം ആവശ്യമാണ്. ഇത്രയും ലിസ്റ്റുകൾ, ഒത്തിരി ലിസ്റ്റ് ഉണ്ടാവും മെഡിസിൻസിന് അല്ലെ? അതിൽ ഓരോ ഇൻഡിവിജ്വലിനും സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മാത്രം തിരഞ്ഞെടുത്ത് നൽകാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഡെവലപ്പ്, ഒരു ഇലക്ട്രോണിക്കലി നമുക്ക് ഇതുപോലെ കൃത്യമായി ഓരോ മരുന്നുകളും ആവശ്യമായി തിരഞ്ഞെടുത്ത് അത് കൃത്യമായി ഓരോ പേഷ്യൻസിനും കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കൺസിലേഷൻ മോഡ്യൂള്, ഇലക്ട്രോണിക്കലി അങ്ങനെ ഒരു മോഡ്യൂള് നമ്മൾ തയ്യാറാക്കുകയും വികസിപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അപ്പൊ ഒരു വ്യക്തികൾക്ക് ഇപ്പൊ ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് ഇത് തിരഞ്ഞെടുത്ത് ഓരോന്നും തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് പ്രയാസകരമാണ്. അവരുടെ ഡ്യൂട്ടി കുറച്ചും കൂടി എളുപ്പമാക്കാനും ഒരു സഹായം എന്ന നിലയിലും ഇതൊരു ഇലക്ട്രോണിക് മെഡിസിൻസ് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോഡ്യൂൾസ് വികസിപ്പിക്കുന്നതിലൂടെ
നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ആ മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് MOM എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? MOM ഓക്കെ ആണോ? മനസ്സിലായോ? അതിലെന്താണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, HIC. നമുക്കറിയാം അതിൽ എന്താണ് ഉൾപ്പെടുക അല്ലെ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. അപ്പൊ അവിടെ ഹോസ്പിറ്റൽസിൽ ഇൻഫെക്ഷൻസ് വരുന്നതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രോഗ്രാമുകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം കൃത്യമായ സ്റ്റാൻഡേർഡുകളിലൂടെ ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ HIC-യിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയിൽ എന്തായിരിക്കും വരിക? ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം പഠിച്ചതല്ലേ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതാണ് പ്രധാനമായിട്ടും മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ് സ്റ്റോർസ് മാനേജ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ സ്റ്റോറിന്റെ മാനേജ്മെന്റ്, ടേക്ക് കെയർ ഓഫ് ഓൾ ദ പ്രോസസ്സസ് റിലേറ്റഡ് ടു എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് ലൈഫ് സൈക്കിൾ. അപ്പൊ നമുക്കറിയാം ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒത്തിരി മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കൃത്യമായ രീതിയിൽ ആവശ്യമായ രീതിയിൽ അവൈലബിൾ അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കി ഓർഡർ ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി പറയുന്ന ഓരോ ഉപകരണങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതാണ് എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസ് ലൈഫ് സൈക്കിള്. ആ ഒരു എക്യുപ്മെന്റിന്റെയും ഡിവൈസുകളുടെയും ആ ഒരു ലൈഫ് സൈക്കിൾ ഉടനീളം നമ്മൾ അതിനാവശ്യമായ മെയിൻ്റനൻസുകളും റിപ്പയറിങ്ങുകളും ഒക്കെ ചെയ്ത് വളരെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസുകൾ കൊടുക്കാന്നാ പറയാ അല്ലെ. പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസുകൾ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് വർക്കിംഗ് കണ്ടീഷനിൽ അവയെ നിലനിർത്തുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സ്റ്റോർ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, ആവശ്യമായി വന്നാൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവിടെ ലഭ്യമാക്കി നൽകുക മുതലായ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുമാണ് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും പോയിന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയേ. ഓക്കെ. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചതല്ലേ. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചതല്ലേ. എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും എന്ത് ഫങ്ഷൻസ് ആ ചെയ്യുന്നത്? എന്താ ചെയ്യുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ? മാൻ പവർ ആണ് അല്ലെ. അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുമ്പോ ആ ഹോസ്പിറ്റലിലെ എല്ലാ മാൻ പവേഴ്സ് അല്ലെങ്കിൽ എല്ലാ ജീവനക്കാരും എല്ലാ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അവരുടെ റിക്രൂട്ട്മെന്റ് തുടങ്ങി അവരുടെ സെലക്ഷൻ, ഇന്റർവ്യൂ, അതുപോലെ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഓവറോൾ ആയിട്ട് അവിടുത്തെ പേഴ്സണൽസ് അല്ലെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് HRM-മായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷൻ സെന്റേർഡ് ആണ് അല്ലെ. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിലെ ഈ പറയുന്ന എല്ലാ പേഴ്സണൽ അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക. അതാണ് സ്റ്റാൻഡേർഡ് ഫങ്ഷണാലിറ്റി മാപ്പിംഗ് to an HRM module in a HMIS is necessary to meet the standards. HMIS എന്ന് പറയുന്നത് എന്താണ്? HMIS എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതില് നമ്മുടെ HRM മോഡ്യൂൾ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു HR മോഡ്യൂള് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു HR മോഡ്യൂള് കൊണ്ടുവരുന്നത് എന്തിനാ? ആ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്റ്റാൻഡേർഡോടുകൂടി, അതാണ് സ്റ്റാൻഡേർഡ് ഫങ്ഷനാലിറ്റി മാപ്പിംഗ്. അവിടെ ഒരു നിലവാരത്തോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളുടെയും മാപ്പിംഗ് നടക്കണം. അതിനുവേണ്ടി അവിടെ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡോടുകൂടി അവിടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അവിടെ ആരെ നന്നായി മാനേജ് ചെയ്യണം? ആരെ നന്നായി മാനേജ് ചെയ്താലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുള്ളൂ? ആരെ മാനേജ് ചെയ്താലാണ്? ആരെയാണ് മാനേജ് ചെയ്യേണ്ടത്? അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടുത്തെ ജീവനക്കാർ വിചാരിക്കണം അല്ലെ? അപ്പൊ അവരുടെ ജീവനക്കാരെ നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റുകൾ നടത്തുക, അവരിലൂടെ അവർക്ക് നല്ല കൃത്യമായ സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളിലൂടെയും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HR ബന്ധപ്പെട്ട പലതരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ അവിടെ നടപ്പിലാക്കുകയും അതിലൂടെ ഒരു HR മോഡ്യൂളിൽ നല്ല രീതിയിൽ ഓരോ ഇൻഫർമേഷൻസും കൃത്യമായി മാനേജ് ചെയ്ത് ഓരോ സ്റ്റാഫുകളിലൂടെ അത് നടപ്പിലാക്കുകയും അവരെ മൊത്തത്തിൽ ഒരു ഓവറോൾ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS എന്ന് പറയുന്നത് എ മോഡേൺ HMIS take care of the information needed of the care providers, management of the organization as well as other agencies that require data and information from the organization. Information മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ മോഡേൺ ആയിട്ടുള്ള HMIS ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് കൃത്യമായി സ്റ്റോർ ചെയ്ത് സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ടേക്ക് കെയർ ഓഫ് ദ ഇൻഫർമേഷൻ നീഡഡ് ഓഫ് ദ കെയർ പ്രൊവൈഡേഴ്സ്. പരിചരണം കൊടുക്കുന്ന ആളുകൾക്ക് ഈ ഇൻഫർമേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇപ്പൊ ഡോക്ടേഴ്സിന്, നഴ്സസിന് മുതലായ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ലേ? നല്ല പരിചരണം കൊടുക്കാൻ പറ്റില്ലേ? ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അല്ലെ? ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങളാണ് അല്ലെ? മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് വെൽ. ഓർഗനൈസേഷന് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ഇത് സഹായകമാകുന്നുണ്ട്. ആൻഡ് ആസ് അതർ ഏജൻസീസ് ദാറ്റ് പ്രിപ്പയർ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും മറ്റ് ഏജൻസികൾക്ക് ഡേറ്റാസോ ഇൻഫർമേഷൻസോ ആവശ്യമായി വരികയാണെങ്കിൽ അവർക്കും ഇത് ഉപയോഗിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തില് പ്രധാനമായിട്ടും വരുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓരോ പേഷ്യൻസിന്റെയും എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കൃത്യമായിട്ട് ഡേറ്റാസ് വളരെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അത് ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാം. കെയർ പ്രൊവൈഡേഴ്സിന് നല്ല പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള പരിചരണം വരുന്ന ഓരോ പേഷ്യൻസിനും നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആൻഡ് അതർ ഏജൻസി, മറ്റ് ഏജൻസികൾക്ക് ഈ ഓർഗനൈസേഷനിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റാസോ ഇൻഫർമേഷൻസോ ആവശ്യമായി വന്നാൽ അവർക്കും ഈ പറയുന്ന ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് യൂസ് ചെയ്യാവുന്നതാണ്. വേഗം ഒന്ന് അത്രയും ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ഒന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും വരെയും ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ.
Okay. Okay, next നോക്കാം. The two important HMIS modules which cover the standards covered in this section are Central Sterilization and Store Department module and Biomedical Waste Management എന്ന് പറയുന്ന module. നമ്മുടെ ഈ ഒരു HMIS modules-ൽ പ്രധാനമായിട്ടും two important HMIS modules ആണ് which cover the standards covered in this section. അതായത് രണ്ട് തരത്തിലുള്ള പ്രധാനമായിട്ടും വരുന്ന രണ്ട് മോഡ്യൂളുകളാണ് HMIS-ൽ. ഒന്നാമത് സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ CSST-യുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇൻഫർമേഷൻസ്, അവിടെയുള്ള സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, റെക്കോർഡ് കാര്യങ്ങൾ, ഡേറ്റാസ് കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ HMIS മോഡ്യൂളിന്റെ ഈ CSST മോഡ്യൂളിൽ വരുന്നത്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മോഡ്യൂളാണ് അടുത്തത്. ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്, മറ്റുള്ളവയും ഉണ്ട്, എന്നാൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ ഇതാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ട് പ്രധാനപ്പെട്ട HMIS മോഡ്യൂൾസ് ആണ്. അതിൽ എന്താണ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് വരുന്നത്. അത് ഏതൊക്കെ സെക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ്? സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതും അതുപോലെ കാരണം ഇത് ഇത്തിരി കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ CSST-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡോട് കൂടി നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ആണ് അല്ലെ. നല്ല രീതിയിൽ അവിടെ സ്റ്റെറിലൈസേഷൻ നൽകാതെയാണ് അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നതെങ്കിൽ അത് വളരെയധികം ആ ഒരു ഹോസ്പിറ്റലിൽ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും അങ്ങനെ തന്നെയല്ലേ അല്ലെ. വേസ്റ്റ് നല്ല പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അവിടെ മാനേജ്മെന്റ് നടത്തിയില്ല അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ട HMIS ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള HMIS മോഡ്യൂളുകളാണ്. ഇത് രണ്ടിനെയും കുറിച്ചുള്ള സ്റ്റാൻഡേർഡുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് CQI. എന്തായിരിക്കും ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റിൽ വരിക? ആൻ ഇന്റലിജന്റ് HMIS which is capable of reporting key performance indicators assist in achieving the standards mentioned in this section. ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അത് തുടർച്ചയായിരിക്കണം. നമുക്കൊരു ലാബ് അല്ലെങ്കിൽ ഒരു JCL അക്രഡിറ്റേഷൻ നമുക്ക് ലഭ്യമായാൽ അവിടെ നമ്മൾ അപ്പോഴേ ആ ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി മാത്രമായിരിക്കരുത് അല്ലെ. തുടർന്ന് പോയാലല്ലേ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ആ ഒരു അംഗീകാരം ലഭ്യമാകുള്ളൂ. അവിടെ ആ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും കൃത്യമായിട്ട് തുടർച്ചയായി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അല്ലെ. പഠിച്ചതാണോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്? പഠിച്ചതല്ലേ? ഫോമിലേക്ക് പഠിച്ചതല്ലേ? ഓക്കെ, അതൊന്നും നമുക്ക് ഇവിടെ ഇപ്പൊ ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കൃത്യമായ ഈ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങള് ഓരോ ഭാഗങ്ങളിലും ആ ഹോസ്പിറ്റലിന്റെ ഓരോ ഇടങ്ങളിലും ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് അവര് നേടുന്നുണ്ടോ, അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ക്വാളിറ്റിയുടെ മാനേജ്മെന്റ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവരവിടെ നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റിൽ പറയുന്നത് കേട്ടോ. കേപ്പബിൾ ഓഫ് റിപ്പോർട്ടിംഗ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അസിസ്റ്റിംഗ് അച്ചീവിംഗ് ദ സ്റ്റാൻഡേർഡ്സ് മെൻഷൻഡ് ഇൻ ദിസ് സെക്ഷൻ. ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് റോ എന്ന് പറയുന്നത്. എ മോഡേൺ HMIS is capable of creating a hierarchy of roles with robust role-based security rules, thereby ensuring proper accountable hospital management. എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് നമ്മുടെ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് വരുന്നതാണ് അല്ലെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റിൽ എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരാൻ സാധ്യതയുള്ളത്? എന്താവാം ഒന്ന് പറഞ്ഞു നോക്കിയേ. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോ ഇവിടെ ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്?
ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് അവിടുത്തെ ജീവനക്കാരെയും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന് റെസ്പോൺസിബിലിറ്റീസ്, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ, ആരിലൂടെയാണ് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റീസ് അവിടെ നടപ്പിലാക്കുന്നത്? ഉത്തരവാദിത്തങ്ങള് ആരിലൂടെയാണ് നടപ്പിലാക്കുന്നത്? അവിടുത്തെ ജീവനക്കാരിലൂടെയാണ് അല്ലെ. അപ്പൊ അവിടെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓരോ ജീവനക്കാർക്കും അല്ലെ, ഓരോ സ്റ്റാഫുകൾക്കും ഹൈറാർക്കി ഓഫ് റോൾസ് എന്താണ്? ഒരു ശ്രേണി, അതായത് ഉയർന്ന, അങ്ങനെയല്ലേ ലെവൽ അനുസരിച്ച് നമ്മൾ പഠിച്ചതല്ലേ? ഫ്ലോ ചാർട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? നിങ്ങള് പഠിച്ചിരുന്നോ? പഠിച്ചു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ കണ്ടിട്ടില്ലേ ഓർഗനോഗ്രാം ഒക്കെ പഠിച്ചപ്പോ ഓരോ ലെവലാക്കി തിരിച്ച് അല്ലെ, ഒരു ഹൈറാർക്കിയൽ ഓർഡറിലാണ് വരുന്നത്. ഒരു മാനേജർ, കീഴിൽ അസിസ്റ്റന്റ് മാനേജേഴ്സ് അല്ലെ, അവരുടെ കീഴിൽ അതിന്റെ അനുസരിച്ചുള്ള ജീവനക്കാര്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ ആ ഒരു ഹൈറാർക്കിയൽ മോഡല്, ഒരു ശ്രേണി അനുസരിച്ച് അവരുടേതായ റോളുകള് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് നൽകണം അല്ലെ. അതിലൂടെ ഒരു റോൾ ബേസ്ഡ് സെക്യൂരിറ്റി റൂൾസ് എന്താ? അവർക്ക് എന്ത് റോളാണോ കിട്ടിയിരിക്കുന്നത്, നമ്മളൊരു സ്റ്റാഫായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണോ അല്ലെങ്കിൽ നമുക്ക് എന്ത് റോളാണോ കിട്ടിയിരിക്കുന്നത് അത് അവർ ഭംഗിയാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം അല്ലെ. അങ്ങനെയാണ് അവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായ ഒരു റോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അത് ഒരു വ്യക്തിക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കില്ല അല്ലെ. അതേസമയം പല റെസ്പോൺസിബിലിറ്റീസും ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരിലൂടെ നല്ല രീതിയിൽ അവരുടെ അത് നന്നായിട്ട് പാലിക്കുന്നതിലൂടെ നല്ല രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോൾ ബേസ്ഡ് സെക്യൂരിറ്റി റൂൾസ്. അപ്പൊ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന റോൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്താണോ അത് അവർ വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ ആ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. thereby ensuring proper accountable hospital management. അതിലൂടെ നല്ല ശരിയായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ഓരോരുത്തരുടെയും കഴിവുകൾ അനുസരിച്ചും അവരുടെ അറിവുകൾക്കനുസരിച്ചുമുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഓരോരുത്തരെ റോൾസിനനുസരിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരിലൂടെ ആ റെസ്പോൺസിബിലിറ്റീസ് നടപ്പിലാക്കാനും നല്ലൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊണ്ടുവരാനും സാധിക്കും. അതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി എത്രയും ഭാഗം ക്ലിയർ ആണോ എന്ന്. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ, ബാക്കിയുള്ളവർ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ഓക്കെ. അടുത്തത് നമ്മള് ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ. ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. നാബ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നാബിന്റെ ബെനിഫിറ്റ്സ് നേട്ടങ്ങള് എന്തൊക്കെയാണ്? അക്രഡിറ്റേഷൻ ബെനിഫിറ്റ്സ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആസ് ഡിസ്കസ്ഡ് ബിലോ. എന്താണ് ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ നേട്ടം ഉണ്ടാവുന്നത് അല്ലെ? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ പങ്കാളികൾ അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇതിൽ ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുന്ന പേഷ്യൻസിന് ഉണ്ടാവുന്നില്ലേ? ഉണ്ട് അല്ലെ. പേഷ്യൻസിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത്?
നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. Accreditation is most beneficial to patients since it results in high quality of care and patient safety. അല്ലെ, നമുക്കൊരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുന്നത് പേഷ്യൻസിന് തന്നെയാണ് അല്ലെ. ആൻഡ് സിൻസ് ഇറ്റ് റിസൾട്ട് ഇൻ ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് പേഷ്യൻസിന് അല്ലെ. ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സുരക്ഷയും നല്ല രീതിയിൽ അവിടെ ഉറപ്പുവരുത്താനായിട്ട് ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. Then patients everywhere, include those in developing countries, have the right to receive high quality care in a safe environment. എന്താ, അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഇപ്പൊ എവിടെ ആയിക്കോട്ടെ, അവിടെ എവിടെ നിന്ന് ഇപ്പൊ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലാണെങ്കിൽ കൂടി അവർക്ക് റൈറ്റ് ഉണ്ട്, ഒരു അവകാശമായിട്ട് അവർക്കൊരു നല്ല ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഒരു പരിചരണം, വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന്, വളരെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു പരിചരണം കിട്ടാനായിട്ടുള്ള ഒരു റൈറ്റ് അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. Now is a step in that direction. ആ ഒരു ഡയറക്ഷനിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് നാബിനെ കൺസിഡർ ചെയ്യാം അല്ലെ. ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല ഉയർന്ന നിലവാരമുള്ള ഗുണനിലവാരമുള്ള ഒരു പരിചരണവും അതുപോലെ തന്നെ സേഫ്റ്റിയും നല്ല രീതിയിലുള്ള സുരക്ഷയും അവിടെ പേഷ്യൻസിന് ലഭിക്കുമെന്ന് നമുക്കറിയാം അല്ലെ. അതുപോലെ എവിടെ നിന്നാണെങ്കിലും, ഏതൊരു ഡെവലപ്പിംഗ് കൺട്രിയിലാണെങ്കിലും ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ആ പേഷ്യൻസിന് നല്ല ഒരു ഉയർന്ന ക്വാളിറ്റിയുള്ള ഒരു പരിചരണം കിട്ടാനായിട്ടുള്ള ഒരു റൈറ്റ് അവർക്ക് ഇതിലൂടെ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട്. Then patients are made aware of their rights and these rights are respected and protected. ഇനി എന്താ, ഈ ഒരു അക്രഡിറ്റേഷൻ വഴി പേഷ്യൻസ് ആർ മെയ്ഡ് അവെയർ, നമുക്കൊരു അവയർനെസ്, ഒരു അവബോധം കിട്ടുകയാണ് അല്ലെ. ഇതിനെ കുറിച്ചാണ് അവരുടെ റൈറ്റ്സ്, നമുക്ക് എങ്ങനെയുള്ള ഒരു പരിചരണമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ അത് സാധിക്കുന്നില്ലേ? ഉണ്ടോ? പേഷ്യൻസിന് അങ്ങനെ ഒരു അവയർനെസ് അതിലൂടെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. നമുക്ക് എങ്ങനെയുള്ള ഒരു പരിചരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ തരണം. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത് എന്നൊരു ബോധം വരുന്ന പേഷ്യന്റിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയും എന്താണ്, റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഇവരുടെ ഈ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം, അതുപോലെ ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് പേഷ്യൻസ് സാറ്റിസ്ഫൈ satisfaction is regularly evaluated for quality improvement. ഇല്ലേ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യണം, പതിവായിട്ട് വിലയിരുത്തണം അല്ലെ. അങ്ങനെ പതിവായി വിലയിരുത്തുന്നതിലൂടെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർ കൊടുക്കുന്ന കെയറും ട്രീറ്റ്മെന്റും ഒക്കെ അത്ര എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതിലൂടെ അവർക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് അവിടെ നിൽക്കുന്നത് അല്ലെ. Then accreditation does help to maintain a patient-centric approach in health care. ആണല്ലോ, അക്രഡിറ്റേഷൻ ശരിക്കും ഒരു പേഷ്യന്റ് സെൻട്രിക് ആയിട്ടല്ലേ, പേഷ്യൻസ് ആണ് അവിടെ കേന്ദ്രം എന്ന് പറയുന്നത്. പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് ഹെൽത്ത് കെയർ മേഖലയിൽ ശരിക്കും അക്രഡിറ്റേഷൻ അതിനാണ് സഹായകമാകുന്നത് അല്ലെ. ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് പേഷ്യൻസ് തന്നെയാണ്. അവർക്ക് ഉയർന്ന, അത്രയും സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയാണ് കേട്ടോ, അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പരിചരണങ്ങൾ കിട്ടുന്നുണ്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റി അവിടെ നല്ല രീതിയിൽ ഉറപ്പ് വരുത്താൻ പറ്റുന്നുണ്ട്. എവിടെയാണെങ്കിലും പേഷ്യൻസ് എവിടെയായിട്ടും ഡെവലപ്പിംഗ് കൺട്രിയിലാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെതായ ഒരു റൈറ്റ് ഉണ്ട്. എങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാനാ, ഒരു ഉയർന്ന ക്വാളിറ്റി ഉള്ള ഒരു പരിചരണവും അത് ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്നായിരിക്കണം, ഒരു സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള ഒരു കെയർ കിട്ടാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ പേഷ്യൻസിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അവെയർ ആവുന്നുണ്ട് അക്രഡിറ്റേഷൻ വഴി, അവബോധം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അവരുടെ റൈറ്റ്സ് എങ്ങനെയാണ്, എങ്ങനെയുള്ള പരിചരണമാണ് കിട്ടേണ്ടത്, എങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച് അവർ അവെയർ ആവുന്നു. അതുപോലെ പേഷ്യൻസിന്റെ ഈ പറയുന്ന റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങള് സംരക്ഷിക്കപ്പെടുകയും അതുപോലെ ബഹുമാനിക്കപ്പെടുകയും വേണം.
പിന്നെ എന്താണ് ഈ സ്ഥാപനം അവരുടെ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് റെഗുലർലി ഈ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുകയും ആവശ്യമാണ്. അക്രഡിറ്റേഷൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? ടു മെയിൻറ്റെയിൻ എ പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ച്. ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനത്തെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അക്രഡിറ്റേഷൻ കൂടുതൽ സഹായകമാകുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി എത്രയും ഭാഗം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. നമ്മുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഗുഡ് ഹെൽത്ത് ഔട്ട്കം ഇല്ലേ? പേഷ്യൻസിന് നമ്മളൊരു നല്ല ഹോസ്പിറ്റൽ, അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടും അല്ലെ? നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അവിടെ തിരിച്ചു പോരാൻ സാധിക്കില്ലേ? പറ്റുമോ? പറ്റുമോ? ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനത്തിലാണ് പോകുന്നതെങ്കിൽ പറ്റും അല്ലെ? ഒരു ഗുഡ് ഹെൽത്ത് ഔട്ട്കം കിട്ടുന്നത്, നല്ല ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫലം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസ് അവിടെ വരുന്ന ഓരോ ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന് സംതൃപ്തി ലഭ്യമാകുന്നുണ്ട് അല്ലെ? അവിടെ നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്, നല്ല സർവീസ് ആണ് നമുക്ക് അവർ തരുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള സർവീസ് കിട്ടുമ്പോൾ ഓരോ ക്ലയൻസും സംതൃപ്തരാകുന്നുണ്ട് അല്ലോ. മൂന്നാമത് വാല്യൂ ഫോർ മണി. നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം അവിടെ നിന്ന് ലഭ്യമാകുന്നില്ലേ? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എത്ര പണം കൊടുക്കാൻ തയ്യാറാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു സർവീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെ? ഇവിടെ വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം അവിടെ നിന്ന് നമുക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. ലെസ് ഫ്രസ്ട്രേഷൻ. എന്താണ് ലെസ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്? നമുക്ക് അവിടെ നിരാശയോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ സ്ഥാപനത്തിൽ നിന്ന് നല്ല സർവീസുകൾ കാര്യങ്ങളാണ് അവർ തരുന്നത് എങ്കിൽ നമുക്ക് അവിടെ ഫ്രസ്ട്രേഷന്റെ അല്ലെങ്കിൽ ഒരു നിരാശയോ അല്ലെങ്കിൽ ഒരു തടസ്സമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽസിന് ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക നോക്കി. അക്രഡിറ്റേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റിമുലേറ്റ്സ് continuous improvement in its governance, operations and functions. ഒരു ഹോസ്പിറ്റലില് ഒരു അക്രഡിറ്റേഷൻ ലഭ്യമാകുക അല്ലെങ്കിൽ ഒരു അംഗീകാരം, അക്രഡിറ്റേഷൻ ഒരു അംഗീകാരം നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. സ്റ്റിമുലേറ്റ്സ്, അത് എന്തിനെ ഉത്തേജിപ്പിക്കുന്നു? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഇറ്റ്സ് ഗവേണൻസ്. അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ മെച്ചപ്പെടുത്തലുകൾ അവിടെ നടത്തപ്പെടുന്നുണ്ട് അല്ലെ? ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പറയുന്ന ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് എനേബിൾസ് ഹോസ്പിറ്റൽ ടു ഷോ ദാറ്റ് ദേ ആർ കമ്മിറ്റഡ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഇനി എന്താ? ഒരു അക്രഡിറ്റേഷൻ ലഭ്യമായാൽ അവർ എന്ത് കമ്മിറ്റഡ് ആയിരിക്കണം? അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ് അല്ലെ? ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, അവിടെ വരുന്ന പേഷ്യൻസിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ടും ഇവര് കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ ബാധ്യസ്ഥരാണ്. ആൻഡ് ദിസ് ഇൻ ടേൺ improve the confidence of the community served by the hospital. ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണ്, അവന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ ആണ് അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത്, നല്ല പേഷ്യന്റ് സേഫ്റ്റിയും അവരവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റല് സർവീസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നില്ലേ?
ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു പരിചരണം നൽകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടില്ലേ? അത് തന്നെ അല്ലെ. Then the accreditation also means that the hospital is at par with the best and may also provide a competitive edge over other organization. ഇനി എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലിനെ ബെസ്റ്റ് ആക്കി നിലനിർത്തുന്നുണ്ട്. അത് മാത്രമല്ല മറ്റ് ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ മത്സരാധിഷ്ഠിതമായ ഒരു സ്ഥാനം ഈ ഒരു ഹോസ്പിറ്റലിന് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ? അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ മറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു ഫേമസ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ഒരു മത്സരാധിഷ്ഠിതമായ ഒരു സ്ഥാനം ഈ ഒരു ഹോസ്പിറ്റലിന് ലഭ്യമാകും അല്ല. അപ്പൊ എന്തൊക്കെയാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ നൽകുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങള്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ? അവിടെ ഹോസ്പിറ്റലില് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തൽ നൽകാൻ ഒരു അവസരമാണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് മിസ്. അപ്പൊ നമ്മുടെ അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് ഫങ്ഷൻസ് മുതലായ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായ ഒരു മെച്ചപ്പെടുത്തൽ നൽകാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. അത് കൂടാതെ ആ ഹോസ്പിറ്റലിന് എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബാധ്യത എന്താണ് ഉണ്ടാകുന്നത്? നല്ല ക്വാളിറ്റിയുള്ള പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള ഒരു പരിചരണം കൊടുക്കണം എന്നൊരു ബാധ്യതയുണ്ട് അല്ലെ. ആ പേഷ്യൻസിനെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു ബാധ്യതയും അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരത് കൃത്യമായിട്ട് നിറവേറ്റുന്നത് കൊണ്ട് അവർ ഏത് കമ്മ്യൂണിറ്റിക്കാണോ സർവീസുകൾ നൽകുന്നത്, ആ ഹോസ്പിറ്റൽ ഏത് കമ്മ്യൂണിറ്റിക്കാണോ സർവീസുകൾ നൽകുന്നത്, ആ കമ്മ്യൂണിറ്റിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം കൂട്ടാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് എന്താ? ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റൽ അതിന്റെ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അത് കൂടാതെ മറ്റ് ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു മത്സരാധിഷ്ഠിതമായ ഒരു സ്ഥാനത്ത് ഈ ഒരു ഹോസ്പിറ്റലിനെ നിൽക്കാൻ സഹായിക്കുന്നത് ഈ ഒരു അക്രഡിറ്റേഷന്റെ സഹായത്തോടു കൂടിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ്. ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. മറ്റുള്ളവരൊന്ന് റിപ്ലൈ ചെയ്ത് ക്ലിയർ ആണെങ്കിൽ മിസ് അടുത്ത ഭാഗത്തേക്ക് പോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അടുത്തത് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. സ്റ്റാഫിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് നോക്കാം. Accreditation provides an opportunity for the staff of the hospital to be a part of continuous learning process and a good working environment with uniformity in policies. എന്താണ് ഇവിടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടി, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ അക്രഡിറ്റേഷൻ കിട്ടിയാൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് എന്തിനുള്ള ഒരു അവസരമാണ് ലഭ്യമാകുന്നത്? To be a part of continuous learning process അല്ലെ. പലതരത്തിൽ തുടർച്ചയായ അവിടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു തുടർച്ചയായ ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടിയല്ലേ ആണോ? പല പല കാര്യങ്ങൾ അവർക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ലേ? ഉണ്ടോ? സ്റ്റാഫുകൾക്ക് അല്ലെ കൃത്യമായ സ്റ്റാൻഡേർഡുകളിലൂടെ എങ്ങനെയാണ് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്, ഓരോന്നും എങ്ങനെയാണ് ഏത് ലെവലിനനുസരിച്ചാണ് പെർഫോം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർ തുടർച്ചയായ ഒരു ലേണിംഗ് പ്രോസസ്സിൽ അല്ലെ പഠനത്തിന് അവർ വിധേയമാകുന്നുണ്ട്. അപ്പൊ അതിലൂടെ അങ്ങനെ പഠനത്തിന് വിധേയമായി കഴിഞ്ഞാൽ അവരുടെ സ്കില്ലും കാര്യങ്ങളും അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സഹായകമല്ലേ? ആണ് അല്ലെ. സ്വാഭാവികമായിട്ടും അവര് തന്നെ മെച്ചപ്പെടുത്താനായിട്ട് അവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. ആ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് വിത്ത് യൂണിഫോമിറ്റി ഇൻ ദ പോളിസീസ്. ആ ഹോസ്പിറ്റലില് തന്നിരിക്കുന്ന എല്ലാ പോളിസികളും ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കേണ്ടതായിട്ടുള്ള കൃത്യമായ പോളിസികൾ
പ്രോസസ്സുകള് വളരെ യൂണിഫോമോട് കൂടി അല്ലെ എല്ലാവരും ഒരേപോലെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് നന്നായി പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സിലൂടെ അവർ തുടർച്ചയായി കടന്നു പോവുകയും അതിലൂടെ ഒത്തിരി മെച്ചപ്പെടുത്തലുകൾ അവർക്ക് സ്വയം നടത്താനായിട്ടുള്ള ഒരു അവസരം ഈ അക്രഡിറ്റേഷൻ വഴി കിട്ടുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇറ്റ് എൻകറേജ് ലീഡർഷിപ്പ് സ്കിൽസ് ഇൻ സ്റ്റാഫ്. കിട്ടുമോ? ഒരു ലീഡർഷിപ്പ് സ്കിൽ കിട്ടുമോ? നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ പാലിക്കണമെങ്കിൽ അതിൻ്റെതായ റോൾസ് തന്നിരിക്കുന്നവർ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നവര് അവര് നന്നായി അതിന്റെ കീഴിലുള്ള ജീവനക്കാരോട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണല്ലോ അവിടെ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമുക്ക് നന്നായി നിലനിർത്താൻ പറ്റുന്നത് അല്ലെ. അവിടെ നല്ല ലീഡർഷിപ്പ് സ്കില്ലുകള് അവിടെയുള്ള ജീവനക്കാർക്ക് വളർത്തിയെടുക്കാനായി പ്രോത്സാഹിപ്പിക്കാനായിട്ട് സഹായകമാകുന്നുണ്ട്. ആൻഡ് എബോവ് ഓൾ പ്രൊവൈഡ് എ സെൻസ് of ownership of the clinical processes. ഇനി എന്താ അവർക്ക് തന്നിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഓണർഷിപ്പ്, അതായത് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നാൽ അത് ഞാൻ വളരെ ഭംഗിയാണ്, അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ, നമ്മളാണ് അതിന്റെ അധികാരി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ നമുക്കൊരു റെസ്പോൺസ് നമ്മുടെ ഒരു സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം കാര്യമാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ടല്ലേ ചെയ്യുള്ളൂ അല്ലെ. നമ്മുടെ സ്വന്തം കാര്യമാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് അല്ലേ ചെയ്യുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിലും നമ്മൾ സ്വയം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടല്ലേ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. നമ്മുടെ സ്വന്തം കാര്യങ്ങള് എങ്ങനെയാണ് നിങ്ങള് ആണോ അല്ലെ. അപ്പോഴും നമ്മുടെ ആ ഒരു ഓണർഷിപ്പ്, അതിന്റെ ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു അധികാരം നമുക്ക് തന്നെ കിട്ടുമ്പോൾ ആ ക്ലിനിക്കൽ പ്രോസസ്സുകൾ അവർ വളരെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Then it also facilitates overall professional development of clinicians and paramedical staff. അവിടെയുള്ള ക്ലിനിഷ്യൻസിന്റെ ആണെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ ആണെങ്കിലും ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവർ തൊഴിൽപരമായിട്ടുള്ള നല്ലൊരു വികസനം ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധ്യമാക്കി നൽകുന്നുണ്ട്. ഒരു സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ എന്തിനൊക്കെ വേണ്ടിയാണ് സഹായിക്കുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടുത്തെ സ്റ്റാഫുകള് എന്തിനുള്ള ഒരു അവസരമാണ് ഒരു അക്രഡിറ്റേഷൻ വഴി അവർക്ക് ലഭ്യമാകുന്നത് പറഞ്ഞു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിൽ അവർ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അത് എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിലാണ്? നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റില് നല്ല യൂണിഫോം ആയിട്ട് എല്ലാവരും ഒരേപോലെ നല്ല പോളിസികൾ എല്ലാം ഒരേപോലെ പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റില് നല്ല രീതിയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായ ഒരു ലേണിംഗ് പ്രോസസ്സിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി, അവർക്ക് ഒരു അവസരം കിട്ടുകയാണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് തുടർച്ചയായി മെച്ചപ്പെടുത്തൽ സ്വയമേ വളർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ജീവനക്കാർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭ്യമാകാൻ സഹായകമാകുന്നുണ്ട്. എല്ലാ ക്ലിനിക്കൽ പ്രോസസ്സുകളിലും അവരുടെ സ്വന്തമായിട്ട് അവരുടേതായ തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് വളരെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ മൊത്തത്തിലുള്ള ക്ലിനിഷ്യൻസ് ആയിക്കോട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ എല്ലാവർക്കും ഒരു മൊത്തത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, തൊഴിൽപരമായ നല്ലൊരു വികസനം ഇതിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. വേഗം വായിച്ചു നോക്കിയ സ്റ്റാഫ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതാണ് empanelment. Accreditation provides an objective system of empanelment by insurance and other third parties. കിട്ടുന്നുണ്ടോ? ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ഒരു ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ്, അതായത് ഇവിടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്നു. എംപാനൽമെന്റ് ബൈ CGHS, ECHS, കോർപ്പറേറ്റ് എക്സെട്ര മുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നോ?
പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എംപാനൽമെന്റുമായി ബന്ധപ്പെട്ട്, അതാണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് ബെനിഫിറ്റ് കിട്ടുന്ന ആളുകളാണ് ആരൊക്കെയാ? ഇൻഷുറൻസ്, മറ്റ് തേർഡ് പാർട്ടി ഏജൻസികൾക്കൊക്കെ അല്ലെ. അവർക്ക് കിട്ടുന്നുണ്ടോ? നോക്കി, അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ആക്സസ് ടു റിലയബിൾ ആൻഡ് സർട്ടിഫൈഡ് ഇൻഫർമേഷൻ ഓൺ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലെവൽ ഓഫ് കെയർ. നമ്മളിവിടെ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റ് തേർഡ് പാർട്ടി ഹോസ്പിറ്റലുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അംഗീകാരം കിട്ടുന്ന ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിനും ഇതെന്താണ്? വളരെ ബെനിഫിഷ്യൽ ആണ്. എന്തുകൊണ്ടാണ്? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ആക്സസ് ടു റിലയബിൾ ആയിട്ടുള്ള അല്ലെ ആൻഡ് സർട്ടിഫൈഡ് ഇൻഫർമേഷൻ ഓൺ ഫെസിലിറ്റീസ്, ഈ പറയുന്ന സ്ഥാപനങ്ങള് നൽകുന്ന സേവനങ്ങള്, അതുപോലെ സൗകര്യങ്ങള്, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാനപരമായ സൗകര്യങ്ങള്, ലെവൽ ഓഫ് കെയർ, പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതിലൊക്കെ ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അപ്പൊ ഇവരെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസിന് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി റിലയബിൾ ആക്കാൻ അല്ലെങ്കിൽ വിശ്വസനീയമാക്കാൻ ഈ ഒരു അക്രഡിറ്റേഷൻ ഇൻഷുറൻസിനെയും മറ്റ് അതർ തേർഡ് പാർട്ടീസിനെയും സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കൂടി നമുക്ക് പറയാം അതർ ബെനിഫിറ്റ്സ്. മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അക്രഡിറ്റേഷൻ ഓൾസോ ഹാസ് മെനി അതർ ബെനിഫിറ്റ്സ് സച്ച് ആസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിഫോം പോളിസീസ്. ആണോ? ഒരു സ്ഥാപനത്തില് യൂണിഫോം ആയിട്ടുള്ള പോളിസികൾ സ്ഥാപിക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ സഹായകമാകുന്നുണ്ട് അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപോലെ നിലനിർത്തണമെങ്കിൽ അവിടെ യൂണിഫോം ആയിട്ടുള്ള പോളിസികൾ തന്നെ അവിടെ സ്ഥാപിക്കേണ്ടേ? വേണ്ടേ? ആണോ? ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പോളിസികൾ സ്ഥാപിച്ചാലേ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് കിട്ടോ? ഇല്ല. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള പോളിസികൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് റെക്കോർഡ്. അതുപോലെ തന്നെയാണ് അവിടെ നടക്കുന്ന പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, മെഷർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പെർഫോമൻസ്, നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ മെഷർമെന്റ്, അതുപോലെ മാനേജ്മെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, ക്ലിനിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, മുതലായ എല്ലാ കാര്യങ്ങളും ഒരു യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ഇത്ര സ്റ്റാൻഡേർഡ് ഇന്ന രീതിയിൽ നടത്തണം, അടുത്ത ഹോസ്പിറ്റലിൽ വേറെ രീതിയാ, അങ്ങനെയല്ലല്ലോ. എല്ലാ ഹോസ്പിറ്റലിലും ഇവര് പറഞ്ഞിരിക്കുന്ന കൃത്യമായ പോളിസികളും കൃത്യമായ യൂണിഫോമിറ്റിയാണ്, ഒരുപോലെയാണ് എല്ലായിടത്തും നടത്തേണ്ടത് അല്ലെ. അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ വ്യത്യാസം, മറ്റൊരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ വ്യത്യാസം, അങ്ങനെയൊന്നുമില്ല. എല്ലാ ഹോസ്പിറ്റലിലും അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർ ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും കൃത്യമായ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അതിനൊരു സ്ഥാപനത്തിനും അവിടെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കൺസിഡറേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല. അപ്പൊ അവിടെ എല്ലാവർക്കും ഒരു യൂണിഫോം ആയ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും യൂണിഫോം ആയ രീതിയിൽ പോളിസികൾ സ്ഥാപിക്കാൻ പറ്റും, പ്രൊസീജിയേഴ്സ് ആൻഡ് റെക്കോർഡുകൾ സ്ഥാപിക്കാൻ പറ്റും, ഇൻഡിക്കേറ്റേഴ്സിന്റെ മെഷർമെന്റ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുമായി ബന്ധപ്പെട്ട മെഷർമെന്റുകൾ നടത്താൻ, മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ക്ലിനിക്കൽ സിസ്റ്റം മുതലായ എല്ലാത്തിലും ഒരു യൂണിഫോമിറ്റി നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. Then systems are also more transparent and open to change. ഈ പറയുന്ന സിസ്റ്റംസ് കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് മറ്റുള്ളവർക്ക് പുറമേ നിന്നാണെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓപ്പൺ ടു ചേഞ്ച് ആണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്യാറില്ലേ? ഇത് ഫിക്സഡ് ആയിട്ട് തന്നെ വെക്കുകയാണോ? അല്ല. അവർ ഈ സ്റ്റാൻഡേർഡുകൾ ആവശ്യമായി വരുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താനുണ്ട് അല്ലെ. റിവൈസ് ചെയ്യാറില്ലേ? ഉണ്ടോ? റിവൈസ് ചെയ്യാറില്ല. ഇത് എപ്പോഴും ഈ സ്റ്റാൻഡേർഡ്സ് കൃത്യമാണ്. ഇത്ര വർഷം കഴിയുമ്പോൾ റിവൈസ് ചെയ്യും അല്ലെ. ആ റിവൈസ് ചെയ്യുമ്പോൾ അടുത്ത വർഷം തുടങ്ങി അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അതുപോലെ ആയിരിക്കും. അപ്പൊ ആ 3 വർഷക്കാലം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഓപ്പൺ ടു ചേഞ്ച് ആണ്. അവിടെ ഒരിക്കലും ചേഞ്ച് വരുത്താതെ ഫിക്സഡ് ആക്കി ഒന്നും അല്ല വെക്കുന്നത്, ചേഞ്ചുകൾ വരുത്തുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടി സുതാര്യമാണ് അവർക്ക് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മറ്റു ബെനിഫിറ്റ്സ് ഒക്കെയാണോ? ഓക്കെ. ഇത്രയും നമ്മള് ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ. അതിൽ പ്രധാനപ്പെട്ട ഇവിടെ പേരുകളൊന്ന് ആർക്കൊക്കെയാണ് കൂടുതലും ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, അതുപോലെ ഈ 4 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചാലൊന്ന് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അല്ലെ. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലെ.
ഓക്കെ, ജസ്റ്റ് നമുക്ക് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. QCA ചോദിക്കാറുണ്ട് കേട്ടോ. QCAയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഒത്തിരി എക്സ്പാൻഡഡ് ഫോംസ് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനുകളായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതായത് എക്സ്പാൻഡഡ് ഫോം ഒന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ ഓപ്ഷനില്ല. അപ്പൊ അത് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. The Quality Council of India (QCA) was set up in 1997 jointly by the Government of India and the Indian industry, represented by the three premier industry associations, that is Associated Chambers of Commerce and Industry of India. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ ഒത്തിരി ഉള്ള പോലെ തോന്നും. ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോവാം കേട്ടോ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ. അസോച്ച് അത് അണ്ടർലൈൻ ചെയ്തിട്ട് മിസ് പറയുന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ചെയ്തോ. നെക്സ്റ്റ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. Then ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, FICCI, Federation of Indian Chamber of Commerce and Industry. ചെയ്തോ? ഓക്കെ, അത്രയും വരെ നമുക്ക് നോക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആവും. ഒത്തിരി എന്നൊരു പാരഗ്രാഫ് പോലെയല്ലേ കിടക്കുന്നത്. Okay, the Quality of Council of India (QCA), the Quality Council of India was set up in 1997. 1997 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട represented by, അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് 3 പ്രമുഖ വ്യവസായ അസോസിയേഷനുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണം. ചെയ്തിട്ടില്ല 3 എണ്ണം ഇല്ലേ? അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ 3 എണ്ണം? ആ 3 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി, ഇന്ത്യൻ വ്യവസായവുമായി ബന്ധപ്പെട്ട 3 പ്രമുഖ അസോസിയേഷനുകളാണ്. ഏതൊക്കെയാണ്? അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ. അതിന്റെ പേരൊന്ന് മനസ്സിലാക്കാട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. Then Confederation of Indian Industry and Federation of Indian Chamber of Commerce and Industry. ജസ്റ്റ് ഇതിന്റെ പേര് മാത്രം നോക്കിയാൽ മതിയേ. ഇവ 3 എന്തിനെയാണ്, എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവ 3 പ്രമുഖമായിട്ടുള്ള ഇൻഡസ്ട്രി അസോസിയേഷൻസ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ വ്യവസായവുമായി ബന്ധപ്പെട്ട, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട 3 പ്രമുഖ ഇന്ത്യൻ അസോസിയേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ 3 എണ്ണം എന്ന് പറയുന്നത്. ഈ 3 എണ്ണവും അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി സംയോജിതമായി 1997 സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCI എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്നോട് പറയണോ? എന്താണ് പറഞ്ഞത്? അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ 2 കൂട്ടാണ് എന്തിനു വന്നിരിക്കുന്നത്, ജോയിൻ ചെയ്ത് സംയുക്തമായിട്ട് 1997 QCA ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. രണ്ടാമത്തത് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ വ്യവസായവുമായി ബന്ധപ്പെട്ട 3 പ്രമുഖ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്രമുഖ ഇൻഡസ്ട്രി അസോസിയേഷൻസ് ആണ് അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ. Then Confederation of Indian Industry, 3 കേട്ടോ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഈ 3 പ്രമുഖ ഇൻഡസ്ട്രി അസോസിയേഷൻസും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി സംയോജിതമായി 1997 സ്ഥാപിതമാക്കിയ ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCI എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതാണ് റിപ്ലൈ ചെയ്ത്. ഓക്കെ. And to establish and operate national accreditation structure and promote quality through national quality campaigns. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു QCI പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ളത്? എന്തിനു വേണ്ടിയായിരുന്നു? To establish and operate national accreditation structure and promote quality through
നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻസ്, ദേശീയ ഗുണനിലവാര ക്യാമ്പയിനുകളിലൂടെ, നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ ആണ്, അന്താരാഷ്ട്ര അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുക, അല്ലെ? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രൊമോട്ട് ക്വാളിറ്റി ഗുണനിലവാരം പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെ എന്താണ്? അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതിനു വേണ്ടി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ, ഒരു നാഷണൽ രീതിയിലുള്ള ഒരു അക്രഡിറ്റേഷന് വേണ്ടി ഒരു ഘടന രൂപപ്പെടുത്തണം, അല്ലെ? ആ ഘടന രൂപപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സ്ഥാപിക്കുക. ആൻഡ് പ്രൊമോട്ട് ക്വാളിറ്റിന്റെ ഗുണനിലവാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്തിലൂടെയാണ്? ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻസിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ നാഷണൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന രൂപപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. ഇതായിരുന്നു പ്രധാനമായിട്ടും QCL, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, പ്രധാനമായിട്ടും ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവയാണ്. ജസ്റ്റ് നിങ്ങൾ അത്രയും വരെ ഒന്ന് വായിച്ചിട്ട് വരാട്ടെ. അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോവാമേ, സമയം കഴിയാറായതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ അടുത്ത ക്ലാസ്സില്. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത് വരെയാണ് നിർത്തിയിരിക്കുന്നത്. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ മിസ്സിനൊന്ന് മെസ്സേജ് ചെയ്തിട്ടാ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.